ഞാൻ ലാസ്റ്റ് ഇയർ പർച്ചേസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, ഞാൻ റീപർച്ചേസ് ചെയ്യാൻ ചാൻസ് ഉള്ള കുറച്ച് പ്രൊഡക്ട്സാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങളും ഇത് ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഇൻഡിവിജ്വൽ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ ഈ ഒരു മോയ്സ്ചറൈസറാണ് കാണിക്കുന്നത്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറാണ്. ഇത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് യൂസ് ചെയ്യും. ഡ്രൈ സ്കിന്നിന് ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ ഗ്രീസ് ആക്കുകയൊന്നുമില്ല. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഡോട്ട് ആൻഡ് കീയുടെ തന്നെ വേറൊരു സാധനമാണ്. ഇത് ഒരു കൂളിംഗ് സ്പ്രേ ആണ്. സൺസ്ക്രീൻ ഉള്ള ഒരു ബോഡി കൂളിംഗ് സ്പ്രേ ആണിത്. ഇത് നിങ്ങൾക്ക് കാണാൻ ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ എഫക്റ്റീവായിട്ടാണ് ഇത് തോന്നിയിട്ടുള്ളത്. അത്യാവശ്യം ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ടാനൊന്നും അങ്ങനെ വരാത്തതായിട്ട് തോന്നുന്നുണ്ട്. ആൻഡ് ഓൾസോ സ്പ്രേ ബോട്ടിലായതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ ഈസിയാണ്. ഇതിലിങ്ങനെ ഷേക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ. കണ്ടോ? ആൻഡ് ഇത് വേറൊരു പ്രൊഡക്റ്റാണ് ഡോട്ട് ആൻഡ് കീയിൽ വരുന്ന വേറൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻ. ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇത് നമുക്കൊരു BB ക്രീമിൻ്റെ ഒരു കവറേജ് തരുന്ന നല്ലൊരു ഫൗണ്ടേഷനാണ്. 50 PA++++ ഉണ്ട്. ആൻഡ് നല്ലൊരു പ്രൊട്ടക്ഷനാണ് ഇത് തരുന്നത്. നിങ്ങൾ ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻ നോക്കിയാണെങ്കിൽ ഇതൊരു ബെറ്റർ ഓപ്ഷനാണ്. ഷെയ്ഡ് റേഞ്ചസ് കുറവാണ്, ബട്ട് ഞാൻ ഇതിലൊരു ലാസ്റ്റ് ഷെയ്ഡാണ് മേടിച്ചിട്ടുള്ളത്. എനിക്കിത് പക്കയായിട്ട് പോകുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് വരുന്നത് ഒരു ഫേസ് വാഷാണ്. ഫേസ് വാഷ് ഈ ഒരു നിവ്യയുടെ ഒരു ഫേസ് വാഷാണ്. ഞാനിത് ഓൺലൈൻ പർച്ചേസ് ഒന്നുമല്ല, റാൻഡം ആയിട്ട് ഷോപ്പിൽ പോയപ്പോൾ ഞാൻ കണ്ടതാണ്. ആൻഡ് ഈ ഒരു ഫേസ് വാഷ് ഭയങ്കര മൈൽഡാണ്. ആൻഡ് സ്കിൻ ഒട്ടും ഡ്രൈ ആക്കത്തില്ല. ഭയങ്കര ലൈറ്റ് ഫോമിലാണ്. അത് ഇട്ട് കഴിഞ്ഞ് സ്കിൻ ഡ്രൈ ആവുക അങ്ങനത്തെ ഒന്നുമില്ല. ആൻഡ് ഓൾസോ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു റിഫ്രഷിങ് ഫീലും ഇതൊന്ന് കിട്ടുന്നതാണ്. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ഇനി വരുന്നത് ഒരു ബോഡി കെയർ പ്രൊഡക്റ്റാണ്. ഫാർമസി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സ്വീറ്റ് സമ്മർ എന്ന് പറയുന്ന ഒരു ഡ്യോഡറൻ്റാണ്. ഇത് കുറേ നാളായിട്ട് വാങ്ങണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് ഇയറാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ആൻഡ് ഡെഫിനറ്റ്ലി ഇതൊരു ബഡ്ജറ്റ് ബൈ ആണ്. ആൻഡ് ഓൾസോ ലൈക്ക് പെർഫോമൻസ് ഇസ് റിയലി ഗുഡ്. നല്ല റേറ്റുള്ള ഡ്യോഡറൻസ് ഒരുപാട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് വെച്ച് നോക്കുമ്പോൾ ദിസ് വൺ ഇസ് വെരി ഗുഡ്. ലൈക്ക് ഭയങ്കര നല്ലൊരു ഡ്യോഡറൻ്റാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നമുക്കുള്ളത് വീണ്ടും ഒരു ബോഡി കെയർ പ്രൊഡക്റ്റാണ്. ഇത് വാസ്ലിൻ്റെ ഐസ് ബോഡി ക്രീമാണ്. ഇത് ഭയങ്കര നല്ലൊരു ഫോമുലേഷനാണ് ഇതിനുള്ളത്. ഇങ്ങനെ ഒരു കുറച്ചൊരു സ്ലൈമി ടെക്സ്ചറാണ്. പെട്ടെന്ന് തന്നെ സ്കിന്നിൽ അബ്സോർബ് ആവും. അപ്പോൾ വിൻ്ററിലൊക്കെ നമുക്ക് സ്കിന്നിൽ ഇത് ഇടാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും. ഞാൻ നൈറ്റാണ് കൂടുതൽ ഇത് യൂസ് ആക്കാറ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്, എസ്പെഷ്യലി വിൻ്റർ ടൈമിൽ. പിന്നെ ഉള്ളൊരു ബോഡി കെയർ പ്രൊഡക്റ്റാണ് ഈ ഒരു പ്ലമ്മിൻ്റെ വാനില കാരമൽ. ഇത് കുറച്ച് തിക്കാണ് കമ്പയർഡ് ടു ഈ ഒരു വാസ്ലിൻ്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് തിക്കാണ്. ഇത് ഞാൻ കൂടുതലും മോർണിംഗിലാണ് യൂസ് ചെയ്യാറ്. മോർണിംഗിൽ നമ്മൾ SPF ഉള്ളത് ഉപയോഗിക്കണം. ആൻഡ് ഓൾസോ ഐ യൂസ് ദിസ്. കാരണം നമ്മൾ ഈ പെർഫ്യൂം ലെയർ ചെയ്യുമ്പോൾ ആ ഒരു സിമിലർ സ്മെല്ലിലുള്ള ബോഡി ലോഷൻ ആണെങ്കിൽ ആ പെർഫ്യൂമിൻ്റെ സ്മെല്ല് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും. ഞാൻ കണ്ടതിൽ വെച്ചാൽ എനിക്ക് വർക്കായിട്ടുള്ളൊരു ട്രിക്കാണ്. സോ എനിക്ക് വാനില ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു പ്ലമ്മിൻ്റെ തന്നെ വനില പെർഫ്യൂമാണിത്. ഇതും കൂടെ ലെയർ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് നേരം ഇത് ലാസ്റ്റ് ചെയ്യുന്നപോലെ തോന്നാറുണ്ട്. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്ന കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് ഞാൻ ഈ നൈക്കയുടെ ഐഷാഡോ പാലറ്റാണ് കാണിക്കുന്നത്. ഇതിൽ കുറച്ച് ബേസിക് കളേഴ്സാണ് വരുന്നത്. അത്യാവശ്യം നല്ല പിഗ്മെൻറ്റേഷൻ ഉള്ള സാധനങ്ങളാണിത്. ആ ഒരു ഗോൾഡൻ ഷെയ്ഡാണെങ്കിൽ പോലും ജസ്റ്റ് ഞാൻ ഒന്ന് ടച്ച് ചെയ്തുള്ളൂ. അപ്പോൾ ഇത്രയും പിഗ്മെൻറ്റ് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ബ്ലാക്ക്. ഓൾമോസ്റ്റ് എല്ലാ ഷെയ്ഡ്സും ഞാൻ ഈ ഒരു പാലറ്റാണ് നൈക്കയുടെ ഇത് ട്രൈ ചെയ്തിട്ടുള്ളത്. നല്ല പിഗ്മെൻറ്റഡ് ആണ്. ആൻഡ് ഓൾസോ ഈ ഒരു മിനി സൈസാണ്, നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. പിന്നെ ഉള്ളത് നൈക്കയുടെ തന്നെ ഈ ഒരു ഇതിൻ്റെ ലേബലൊക്കെ പോയി. ഞാൻ ആക്ച്വലി ഇതെൻ്റെ സെക്കൻഡ് പർച്ചേസ് ആണ്. അതും ലൈക്ക് തീരാറായി. ഇനി ഇത്ര കൂടെ ഉള്ളൂ. ഇത് നൈക്കയുടെ മാറ്റ് ലാസ്റ്റിൽ വരുന്ന സ്പൈസ്ഡ് ക്യാബർനെറ്റ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടോൺസിനും സ്യൂട്ടാവുന്ന നല്ല അടിപൊളി ഷെയ്ഡാണ്. അത്യാവശ്യം ലാസ്റ്റൊക്കെ ചെയ്യും. ഫുഡ് കഴിച്ചാൽ ഫുൾ ആ ഒരു കളർ ഉണ്ടാവില്ല, ബട്ട് ആ ടിൻ്റ് ഉണ്ടാവും. സോ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഉള്ളത് നൈക്കയുടെ തന്നെ ഈ ഒരു മസ്കാരയാണ്. ഞാനൊരു ഹൈലി മസ്കാര അഡിക്റ്റീവ് ഫാനാണ്. മസ്കാരയുടെ ഭയങ്കര അഡിക്റ്റീവ് ഫാനാണ്. ഈവൻ ദോ ഞാൻ യൂസ് ചെയ്യാറില്ല, എനിക്കത് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മസ്കാര അത് ആക്ച്വലി റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ബട്ട്
ഇത് ഭയങ്കര ലെങ്തനാക്കി തോന്നുകയും ചെയ്യും ആൻഡ് ഓൾസോ ഈസി ആയിട്ട് നമ്മൾ റിമൂവർ ഇട്ടാൽ പോവുകയും ചെയ്യും. ആൻഡ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇടുമ്പോൾ അങ്ങനെ തിക്കായിട്ടൊന്നും തോന്നില്ല, എന്നാൽ നമുക്ക് വോള്യൂമൈസിങ് ആയിട്ടും ലെങ്തനിങ് ആയിട്ടും തോന്നുകയും ചെയ്യും. അപ്പം ഇതൊരു ബെറ്റർ ബൈ അല്ലേ. സോ എനിക്കിത് ആക്ച്വലി സെയിലിന് ഫ്രീ കിട്ടിയൊരു മസ്കാരയാണ്. സോ എനിക്ക് അത്ര പെർഫോമൻസ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ബട്ട് സത്യം പറഞ്ഞാൽ ഇതെന്നെ ഞെട്ടിച്ചു. എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ബട്ട് ഐ വാസ് റിയലി ഷോക്ക്. അപ്പം ഇതൊരു മസ്റ്റ് ബൈ ആണ്. ഞാനിത് തീർന്നാൽ ഡെഫിനറ്റ്ലി റീപർച്ചേസ് ചെയ്യും. പിന്നെ ഉള്ളത് അത് വീണ്ടും ഒരു ഐഷാഡോ പാലറ്റാണ്. ഞാൻ ELF എന്ന് പറയുന്ന ഇത് എൻ്റെ വെരി ഫസ്റ്റ് ഐഷാഡോ പാലറ്റ് ELF എന്ന് പറയുന്ന ബ്രാൻഡിലായിരുന്നു. ആൻഡ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര് വന്നിട്ട് ഷെയ്ഡൊക്കെ പോയി കേട്ടോ, ബെറി ബാഡ് എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര്. ഓൾമോസ്റ്റ് ഷെയ്ഡ്സ് ഓഫ് പിങ്ക് ആണ് ഇതിൽ വരുന്നത്. ഒരെണ്ണം പോയി. ഇതും അത്യാവശ്യം നല്ല പിഗ്മെൻ്റ് ഉള്ള ഷെയ്ഡ്സാണ്. നല്ല ഷെയ്ഡ്സാണ്. ഓൾമോസ്റ്റ് ഷെയ്ഡ്സ് ഓഫ് പിങ്ക് ആണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സിൻ്റെയും പോകുന്ന ഒരു ഷെയ്ഡാണ്. ആൻഡ് ഓൾസോ പിഗ്മെൻറ്റഡ് ആണ്. നമ്മുടെ ഐസ് ഭയങ്കരമായിട്ട് ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡ്സാണ് അതിലും ഉള്ളത്. പിന്നെ ഉള്ളത് വീണ്ടും ഒരു ബോഡി കെയർ പ്രൊഡക്റ്റാണ്. ഇത് എർത്ത് റിതം. ഞാൻ ഇത് ഐവിക്ക് പോയപ്പോൾ മേടിച്ചതാണ് കോളേജിൽ നിന്ന്. ഇത് എർത്ത് റിതം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ബട്ടർ ക്രീം സോപ്പാണ്. ഇത് വോണ്ട് ബിലീവ് ലൈക്ക് ഇത് ഭയങ്കര നന്നായിട്ട് നല്ലൊരു സ്മെല്ല് തരും. എനിക്ക് സോപ്പൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇത് ഒരുപാട് നേരം ആ ഒരു സ്മെല്ല് ബോഡിയിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ട്. ഞാൻ ഓൾസോ വളരെ കുറച്ച് എമൗണ്ട് മതി. അത് ജസ്റ്റ് വാട്ടറുമായിട്ട് ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേനും നല്ല ലാദർ ഫോം ചെയ്യും. അപ്പോൾ അത് എൻ്റെ ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റാണ്. ആൻഡ് ഓൾസോ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അതിൽ തന്നെ ഒരു സ്കൂപ്പൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് എൻ്റെ ദ മോസ്റ്റ് ഫേവറേറ്റ് പ്രോഡക്റ്റ്. ഇത് ഞാൻ വീണ്ടും റീപർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. UVഡോക്സിൻ്റെ ഈ ഒരു മിനറൽ സൺസ്ക്രീനാണ്. ടിൻറ്റഡ് ആണ്. SPF 50 PA+++ ഉണ്ട്. ഇതെനിക്ക് യൂസ് ചെയ്തപ്പോൾ ടാൻ കുറയുന്ന വിസിബിൾ ചേഞ്ചസ് എൻ്റെ സ്കിന്നിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈസ് അനദർ റെക്കമെൻഡഡ് സൺസ്ക്രീൻ. പിന്നെ ഉള്ളത് വീണ്ടും ഒരു മോയ്സ്ചറൈസറാണ്. ഈ ഒരു സെറാവയുടെ മോയ്സ്ചറൈസറാണ്. ഇത് എക്സ്ട്രീം കോൾഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ വിൻ്റർ ടൈമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മോയ്സ്ചറൈസറാണ്. ഇത് ഞാൻ ഐവിക്ക് പോയപ്പോൾ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. എനിക്ക് സ്കിന്നിൽ അങ്ങനത്തെ ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ത്രൂ ഔട്ട് ദ ട്രിപ്പ് ഇത് തന്നെയാണ് യൂസ് ചെയ്തത്. എനിക്കങ്ങനെ ഇറിറ്റേഷൻസോ സ്കിന്നിൽ ഡ്രൈനെസ്സോ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സോ ദാറ്റ്സ് എ ഡെഫിനറ്റ് ബൈ. ആൻഡ് ഓൾസോ അതൊരു ട്രാവൽ സൈസാണ്. സോ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. വലിയ പാക്കേജും അവൈലബിൾ ആണ്. ഇനി കുറച്ചധികം മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണുള്ളത്. ദിസ് ഈസ് മൈ ഫേവറേറ്റ് പ്രോഡക്റ്റ്. ഞാനൊരു ബ്ലഷ് പേഴ്സൺ അല്ല, ബട്ട് ഐ ബോട്ട് ദിസ് ഫോർ ദ പാക്കേജിങ്. പക്ഷേ പാക്കേജിങ് എന്നെ കുറച്ച് ഡിസപ്പോയിൻറ്റ് ചെയ്തെങ്കിലും ദ പ്രൊഡക്റ്റ് ഈസ് ലിറ്ററലി സോ ഗുഡ്. അതായത് ഇതെങ്ങനെ കാണും എന്ന് എനിക്കറിയില്ല. ഭയങ്കര ആ ഒരു കുഞ്ഞു ഡോട്ടിൽ തന്നെ നമുക്ക് എന്തുമാത്രം പിഗ്മെൻറ്റേഷൻ അതിൽ വരുന്നതെന്ന് നമുക്ക് നല്ല പിഗ്മെൻറ്റഡ് ആണ്. ബട്ട് ദ പാക്കേജിങ് ഈസ് എ ബിറ്റ് ഡിസപ്പോയിൻറ്റിങ്. ഫുള്ള് സ്പില്ലായിട്ടുള്ള. അല്ലാണ്ട് ആസ് ദ പ്രൊഡക്റ്റ് ഭയങ്കര അടിപൊളിയാണ്. കുറച്ച് ക്വാണ്ടിറ്റി മതി, നന്നായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ നമുക്ക് തരും. നെക്സ്റ്റ് ഉള്ളത് ഈ ഒരു ഇൻസൈറ്റിൻ്റെ ഈ ഒരു റേഡിയൻസ് ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു സ്കിൻ ടിൻ്റാണിത്. ഇതിങ്ങനെ ഒരു ആപ്ലിക്കേറ്ററിലാണ് വരുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് സ്കിന്നിൽ. ആൻഡ് ഓൾസോ നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ ഒരു ഗ്ലോയി ഫിനിഷ് ഫേസിൽ കിട്ടും. ഞാൻ ഇപ്പോൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റ് അതാണ്. നമുക്ക് ഭയങ്കര ഒരു ലൈറ്റ് മേക്കപ്പ് ലുക്കപ്പ് നമുക്കത് ടോപ്പ് ചെയ്യാൻ പറ്റും. ടോപ്പ് ചെയ്ത് ഇതിൻ്റെ കവറേജ് ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ആസ് സച്ച് എ റിയലി ഗുഡ് പ്രൊഡക്റ്റ്. അപ്പം അതൊരു ബഡ്ജറ്റ് ബൈ ആണ്. ഇൻസൈറ്റിലെ പ്രൊഡക്റ്റാണത്. ഇൻസൈറ്റിൽ തന്നെ വേറൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു ക്വിഷൻ കൺസീലർ. ഇത് നമുക്കിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ പ്രൊഡക്റ്റ് ഉണ്ട്. ഇതിലിങ്ങനെ ക്വിഷനിൽ പ്രൊഡക്റ്റ് വരും. ഷെയ്ഡ് മാച്ച് കിട്ടാൻ കുറച്ച് പാടാണ്, ബട്ട് പ്രൊഡക്റ്റ് ഇസ് റിയലി ഗുഡ്. ഇത് ആക്ച്വലി ഓറഞ്ച് കറക്റ്ററാണ്. എൻ്റെ സ്കിന്നിൽ കുറച്ച് പിഗ്മെൻറ്റേഷൻ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഓറഞ്ച് കറക്റ്റർ നന്നായിട്ട് വർക്ക് ആകുന്നുണ്ട് എൻ്റെ സ്കിന്നിൽ. അതിന് അപ്പോൾ കോണ്ടൂർ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോണ്ടൂർ ഷെയ്ഡ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. സ്കിന്നിലൊക്കെ ഭയങ്കര നൈസായിട്ട് ബ്ലെൻഡ് ആവുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ അതും ഒരു ഡെഫിനറ്റ് ബൈ തന്നെയാണ്. പിന്നെ ഉള്ളൊരു ഇൻസൈറ്റിൽ വേറൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഐ ആം വെരി മച്ച് എക്സൈറ്റഡ്. ഇത് കാണുമ്പോൾ നിങ്ങൾ പൊട്ട ഷെയ്ഡായിരിക്കും എന്നൊക്കെ വിചാരിക്കും, ബട്ട് ഇത് ഇൻസൈറ്റിൻ്റെ ഒരു ലിപ്പ് ഓയിലാണ്. ആക്ച്വലി ഇതെനിക്ക് കിട്ടിയ ഫ്രീബിയാണ്. ആൻഡ് ഫ്രീബി കിട്ടുമ്പോൾ ഐ വാസൻ ഹാവിങ് അങ്ങനെ ഒരു ഹോപ്പൊന്നും ഉണ്ടായിരുന്നു. ഒട്ടും ഹോപ്പില്ലാതെ ഞാൻ യൂസ് ചെയ്തൊരു പ്രൊഡക്റ്റാണ്. ബട്ട് ദിസ് ലിറ്ററലി കോട്ട് മീ. ലൈക്ക് ഈ സ്വാച്ച് കാണുന്ന കളറല്ല, അതുകൊണ്ട് ഞാൻ സ്വാച്ച് ചെയ്തിട്ട് കാര്യമില്ല. അത് ലിപ്സിൽ ഇടുമ്പോൾ ഭയങ്കര സട്ടിലായിട്ടുള്ളൊരു
എൻ്റെ ലിപ്സ് അത്യാവശ്യം പിഗ്മെൻറ്റഡ് ആണ്, എന്നാൽ പോലും ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടാണ് യൂസ് തോന്നിയിട്ടുള്ളത്. ഒരു ലിപ്പ് ലൈനറും കൂടെ ചെയ്താൽ പക്കയായി, പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. സോ ഇൻസൈറ്റിൻ്റെ ലിപ്പ് ഓയിൽ ഇത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. ഇതിന് കുറച്ചൊരു സ്മെല്ലുണ്ട്, അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ബട്ട് ദ പ്രൊഡക്റ്റ് ഇസ് വെരി 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 നൈസ്. പിന്നെ ഉള്ളത് മാസിൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് ആണ്. ആദ്യം ഈ ഒരു ലിപ്പ് ലൈനറാണ്. ഞാൻ ഷെയ്ഡൊന്നും പറയുന്നില്ല, കാരണം ലിപ്പ് ലൈനർ ആസ് സച്ച് ഒരുപാട് നല്ലതാണ്. എൻ്റെ വേറെ ഒരുപാട് ഷെയ്ഡുണ്ട്. ഇത് ഡീപ്പ് ഡോൺ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. വേറെ ഒരുപാട് പല ഷെയ്ഡ്സിലുള്ള ലിപ്പ് ലൈനർ എൻ്റെ മാസിൻ്റെതുണ്ട്. മാസ് എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നുന്നത്. വലിയ പ്രൈസ് റേഞ്ചൊന്നും ഇല്ല, ഭയങ്കര അഫോർഡബിൾ ആണ്. ആൻഡ് ഓൾസോ ലിപ്സിൽ ലാസ്റ്റ് ചെയ്യുന്നൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു മാസിൻ്റെ കാൻഡിലീഷ്യസ് ലിപ് ബാം ആണ്. ടോഫി ടോൾ എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണിത്. ഇത് ഓൾമോസ്റ്റ് ഞാൻ തീരാറായി. പക്ഷേ എൻ്റെ പാക്കേജിങ് കുറച്ച് ലീക്കേജ് ഉള്ളൊരു ടൈപ്പ് പാക്കേജിങ് ആണ്. അതൊഴിച്ചാൽ ആസറ്റ്സ് ഒരു അടിപൊളി ലിപ് ഗ്ലോസ് ആണ് ഓൺ എ ബഡ്ജറ്റ്. പിന്നെ ഉള്ളത് ഈ ഒരു മാസിൻ്റെ ക്യാൻസൽ കൺസീലറാണ്. പക്ഷെ നന്നായിട്ട് കുറച്ച് അധികം നേരം ലാസ്റ്റ് ചെയ്യുന്നൊരു മേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ കൺസീലർ നിങ്ങൾക്ക് എന്തായാലും വാങ്ങാം. ഒരുപാട് റേറ്റ് ഒന്നുമില്ല, പക്ഷേ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊരു കൺസീലറാണ്. അങ്ങനെ ഭയങ്കര കേക്കി ആയിട്ടൊന്നും തോന്നിയില്ല എനിക്ക്. ആൻഡ് ഓൾസോ ഇതിൽ SPF ഒക്കെ ഉള്ളതാണ്. സോ ഇതും ഒരു നല്ലൊരു ഓപ്ഷനാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. കുറച്ച് ലെങ്തി വീഡിയോ ആണ്, ബട്ട് ദീസ് ആർ മൈ ലാസ്റ്റ് ഇയേഴ്സ് ഫേവറേറ്റ് പ്രൊഡക്ട്സ്. ഇതെല്ലാം ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് ആണ്. സോ നിങ്ങളും ഇത് ട്രൈ നോക്കുക. അപ്പം ഇതിൻ്റെ ഏതിനെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും ഒരു ഇൻഡിവിജ്വൽ വീഡിയോ, നിങ്ങൾ പറയുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻഡിവിജ്വൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.